യൂറോപ്പിൽ മാത്രമല്ല, ആഫ്രിക്കൻ വൻകരയിലും കുടിയേറ്റ വിരുദ്ധത കലാപ തീയായി മാറുകയാണ്. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ ലോകം മാതൃകയാക്കിയ രാജ്യമായിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് അതെല്ലാം പഴങ്കഥയാണ്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന വിവേചന പോരാട്ടത്തിന് പിരിവെടുത്ത് സഹായിച്ച അയൽ രാജ്യങ്ങളിലെ പൗരന്മാരെ കുടിയേറ്റത്തിന്റെ പേരിൽ ആട്ടിയോടിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. കുടിയേറ്റ വിരുദ്ധത പ്രക്ഷോഭം അക്രമാസക്തമായപ്പോൾ ജീവൻ നഷ്ടമായത് 60-ലേറെ പേർക്ക്. കുടിയേറ്റക്കാർ തങ്ങളുടെ തൊഴിലവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും കവരുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് പ്രക്ഷോഭം. കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നത് രക്തമംഗലമായ ആക്രമണത്തിന്റെ കാരണങ്ങളെക്കുറിച്ചാണ് അടുത്ത വാർത്തയിൽ പറയുന്നത്. വർണ്ണവിവേചനത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ദക്ഷിണാഫ്രിക്കയെയും നെൽസൺ മണ്ടേലയെയുമാണ്. മണ്ടേലയും അനുയായികളും വർണ്ണവിവേചനത്തിനെതിരെ പോരാടി വിജയിച്ച കഥ ലോകത്തിനാകെ ഇന്നും പ്രചോദനമാണ്. എന്നാൽ ഇന്നിപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ സാഹചര്യമാകെ മാറി. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അശാന്തിയിലാണ് ദക്ഷിണാഫ്രിക്ക. പലയിടത്തും പ്രക്ഷോഭം കലാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആക്രമണത്തിൽ നിരവധി കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. തദ്ദേശീയരിൽ ചിലർക്കും ജീവഹാനി സംഭവിച്ചു. അമ്പും വില്ലും തുടങ്ങി മറ്റ് മാരകായുധങ്ങളുമായി ആക്രോശിച്ചെത്തുന്ന ജനക്കൂട്ടം. വിദേശികൾ താമസിക്കുന്ന വീടുകളിൽ ഇരച്ചുകയറിയാണ് ആക്രമണം നടത്തുന്നത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയാണ് സംഘടിച്ചെത്തുന്നവർ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റക്കാരാണെന്ന് സംശയിക്കുന്ന നിരവധി പേരെ പിടികൂടി പോലീസിന് കൈമാറുന്നതും ജനക്കൂട്ടമാണ്. തങ്ങളുടെ മുൻ തലമുറ അനുഭവിച്ച അസ്വാതന്ത്ര്യത്തിന്റെയും അസ്തിത്വമില്ലായ്മയുടെയും ഇരുണ്ട കാലം മറയ്ക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ പുതിയ തലമുറയും ഭരണകൂടവും. വർണ്ണവിവേചന പോരാട്ടകാലത്ത് അന്നം കൊടുത്തും ആയുധം കൊടുത്തും സംരക്ഷിച്ച് ഒപ്പം നിന്ന അയൽ രാജ്യങ്ങളിലെ ജനങ്ങളെയും അവരുടെ പിൻതലമുറക്കാരെയുമാണ് ആട്ടിയോടിക്കുന്നത്. ഇല്ലായ്മയുടെ കാലത്ത് സഹായിച്ചവരെ പാടെ മറന്ന് കുടിയേറ്റ വിരുദ്ധ സമരത്തിന്റെ മറവിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് അന്താരാഷ്ട്ര സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിൽ തേടി ദക്ഷിണാഫ്രിക്കയിലെത്തിയ മറ്റ് ആഫ്രിക്കൻ രാജ്യക്കാരെ ലക്ഷ്യമിട്ടുള്ള പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതലാണ്. അനധികൃത കുടിയേറ്റക്കാർ രാജ്യം വിടണം എന്ന അന്ത്യശാസനമായിരുന്നു രാജ്യമെങ്ങും നടന്ന പ്രതിഷേധ റാലികളിലെ പ്രധാന മുദ്രാവാക്യം. മാർച്ച് ആൻഡ് മാർച്ച് എന്ന സംഘടനയാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. മൊസാംബിക്, സിംബാബ്വെ, മലാവി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയാണ് കുടിയേറ്റക്കാർ എന്ന മുദ്രകുത്തി ആട്ടിയിറക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്തപ്പെട്ടവരോട് മാത്രമല്ല പരദേശി വിദ്വേഷം. ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരും ഇരകളാകുന്നുണ്ട്. തങ്ങളും ആൾക്കൂട്ട വിചാരണയ്ക്കോ മർദ്ദനത്തിനോ വിധേയമാകാമെന്ന ഭയപ്പാടിലാണ് നിയമപരമായി ദക്ഷിണാഫ്രിക്കയിലെത്തിയവരും. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ രേഖകളൊന്നുമില്ലാതെ രാജ്യത്ത് കഴിയുന്നവർക്കെതിരെയുള്ള രോഷം എന്ന് പറഞ്ഞാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ന്യായീകരിക്കുന്നത്. എന്നാൽ സത്യം അതല്ലെന്നും അന്യദേശക്കാരോടുള്ള വിദ്വേഷമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആക്രമണത്തിന് ഇരയാകുന്നവർ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 20 സംഘടനകളുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ പല ഗ്രൂപ്പുകൾക്കും ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. മുൻ പ്രസിഡന്റ് ജേക്കബ് സുമയുടെ MK പാർട്ടി, ഹെർമൻ മഷാബയുടെ ആക്ഷൻ സൗത്ത് ആഫ്രിക്ക പാർട്ടി തുടങ്ങിയവരുടെ തണലിൽ അക്രമികൾ വിദേശികൾക്കെതിരെ അഴിഞ്ഞാടുകയാണ്. ദക്ഷിണാഫ്രിക്കൻ ജനത, പ്രത്യേകിച്ച് യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ. കുടിയേറ്റക്കാർ തങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിലവസരങ്ങൾ അപഹരിക്കുന്നുവെന്ന് പറഞ്ഞാണ് വിദേശ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വമില്ലായ്മയും ചെറുനഗരങ്ങളിലെ ആരോഗ്യ പരിപാലനവും വൈദ്യുതിയുടെയുമെല്ലാം അപര്യാപ്തതയ്ക്ക് കാരണം കുടിയേറ്റക്കാരിൽ ചുമത്തി വിദ്വേഷം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളുമുണ്ട്. ചെറിയ പട്ടണങ്ങളിലെ പ്രധാന വരുമാന മാർഗമായ കച്ചവട സ്ഥാപനങ്ങളിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത് കുടിയേറ്റക്കാരുടെ പിൻതലമുറക്കാരുടേതാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഈ സാമ്പത്തിക അസന്തുലിതാവസ്ഥകൾ കുടിയേറ്റക്കാരുടെ പിൻതലമുറക്കാരോടുള്ള വിദ്വേഷ വികാരം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യവസായ പുരോഗതിയുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. സാമ്പത്തിക ഭദ്രതയും തൊഴിൽ സുരക്ഷാ നിയമങ്ങളും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക മുന്നിലാണ്. അതുകൊണ്ടാണ് അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റും മികച്ച ജീവിത സാഹചര്യം തേടി അനേകം പേർ ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത്.
കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ശക്തമായതോടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. ചിലരുടെ രാഷ്ട്രീയ മോഹമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആരോപിച്ചു. ആഫ്രിക്കൻ യൂണിയനായി ശക്തമായി വാദിക്കുകയും അന്താരാഷ്ട്ര സംഘടനകളിൽ സജീവമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം. ദക്ഷിണാഫ്രിക്കയിലെ മൊത്തം ജനസംഖ്യ 6.54 കോടിയിലേറെ വരും. അതിൽ 40 ലക്ഷത്തോളം മാത്രമാണ് കുടിയേറ്റക്കാരും അവരുടെ പിൻതലമുറക്കാരും. മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ ഈ സംഖ്യ വളരെ കുറവാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം അനധികൃത താമസക്കാരെ രാജ്യത്തുനിന്ന് മടക്കി അയച്ചതായി ഭരണകൂടം പറയുന്നു. രേഖകളൊന്നുമില്ലാതെ അതിർത്തിയിലെത്തിയ 5 ലക്ഷത്തോളം വിദേശ രാജ്യക്കാരെ തിരിച്ചയച്ചുവെന്ന കണക്കും സർക്കാർ നിരത്തുന്നുണ്ട്. ഇത് ശരിയായ കണക്കല്ലെന്നും രേഖകളൊന്നുമില്ലാതെ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കുടിയേറ്റ വിരുദ്ധർ ആരോപിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ 40% പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മാത്രം വരുമാനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനസംഖ്യയുടെ ചെറിയ ശതമാനം മാത്രം വരുന്ന മറ്റ് രാജ്യക്കാർ ദക്ഷിണാഫ്രിക്ക നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും വഴിയോര കച്ചവടങ്ങൾ നടത്തിയും ദക്ഷിണാഫ്രിക്കയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നവരാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ. 2008 ശേഷം വിദേശി വിദ്വേഷം ആളിക്കത്തുന്നത് ഇപ്പോഴാണ്. അന്നത്തെ കലാപത്തിൽ 62 പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് വീടും സ്വത്തും നഷ്ടപ്പെട്ടത്. 2015 ശേഷം തുടർച്ചയായി 3 വർഷത്തോളം നൈജീരിയയിൽ വിധേയരായി. ഓപ്പറേഷൻ ഡുഡുലു പോലുള്ള തീവ്ര നിലപാടുള്ള സംഘങ്ങൾ തെരുവിൽ അഴിഞ്ഞാടിയതും ഇതേ കാലയളവിലാണ്. ഇതിനെ തുടർന്ന് മൊസാംബിക്, നൈജീരിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളുമായുണ്ടായ നയതന്ത്ര ബന്ധ തകർച്ച ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ നടക്കുന്ന ആക്രമണ പരമ്പരകൾ കാരണം ഘാന, മലാവി, കെനിയ, കോങ്കോ, സോമാലിയ, എത്യോപ്യ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ദക്ഷിണാഫ്രിക്ക വിടാൻ മുന്നറിയിപ്പ് നൽകുകയും ഒഴിപ്പിക്കുകയും ചെയ്തു. വർണ്ണവിവേചനത്തിനെതിരെ ഒന്നിച്ചു പോരാടിയ കാലം ദക്ഷിണാഫ്രിക്ക മറന്നുപോയി എന്നാണ് ഈ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം കുടിയേറ്റക്കാർക്കെതിരെയുള്ള അതിക്രമത്തെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ വിമർശിച്ചു. പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാക്കുന്നവരെ വെറുതെ വിടില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരുടെ നേതാക്കളുമായി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസെ ചർച്ച നടത്തുകയുണ്ടായി. രാജ്യത്തിന്റെ അതിർത്തികൾ കുടിയേറ്റക്കാരിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പ്രസിഡന്റ് സമ്മതിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കുടിയേറ്റക്കാരല്ലെന്നും ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും റാമഫോസെ കുറ്റപ്പെടുത്തി. അടുത്തിടെയായി അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗമാകാനും രാജ്യാന്തര വേദികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാനും ശ്രമിക്കുന്നതിനിടയിലാണ് വർണ്ണവിവേചന കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ആളിക്കത്തുന്നത്. വികസിതവും അവികസിത രാജ്യങ്ങളും അടങ്ങുന്ന ഗ്ലോബൽ സൗത്തിന്റെ വക്താക്കളിൽ ഒരാളെന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക അഭിമാനം കൊള്ളുമ്പോൾ മറുവശത്ത് കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കുന്ന ദൃശ്യങ്ങളാണ് ലോകമെങ്ങും പ്രചരിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയൻ എന്ന ആശയത്തിനായി ഏറ്റവും ശക്തമായി വാദിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അതേ രാജ്യത്തു നിന്ന് ആഫ്രിക്കൻ വൻകരയിലെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ പുറത്താക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നും വിമർശനം ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്കെല്ലാം ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ആഗോള സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് ബ്രിക്സ്, G20 തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗമായിക്കൊണ്ട് ലോകത്ത് തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ.